കടൽക്ഷോഭത്തെ തുടർന്ന് വിഴിഞ്ഞത്ത് പൂർണ്ണമായി മുങ്ങിപ്പോയ വലിയ ബോട്ട് അടിത്തട്ടിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. സ്കൂബ ഡൈവിംഗ് സംഘമടക്കം ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ ബോട്ടിനെ ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഴിഞ്ഞത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കപ്പൽ അപകടത്തിന്റെ തുടർച്ചയായി വിവിധ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞിരുന്നു. അതിലുണ്ടായിരുന്ന രാസവസ്തുക്കൾ കടലിൽ ലയിക്കുന്നതും കരയ്ക്ക് അടിയുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വിഴിഞ്ഞത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. കടൽക്ഷോഭത്തെ തുടർന്ന് വിഴിഞ്ഞത്ത് പൂർണ്ണമായും മുങ്ങിപ്പോയ വലിയ ബോട്ട് അത് അടിത്തട്ടിൽ നിന്ന് പുറത്തെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരികയാണ്, കടൽ പരപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജിബിൻ ജെബിയാണ് വിവരങ്ങളുമായി ചെന്നത്. ജിബിൻ, ഈ സ്കൂബ ഡൈവിംഗ് സംഘവും ക്രെയിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബോട്ട് ഉയർത്തിയെടുക്കാനുള്ള ശ്രമകരമായ ദൗത്യമാണ്. ഇത് എത്രത്തോളം താഴ്ചയിലായിരുന്നു? അത്തരം വിവരങ്ങൾ എന്താണ്? രജിസ്, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയിലും കാറ്റിലുമാണ് ഈ ഒരു ബോട്ട് വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡിൻ്റെ ആ സമയത്ത് ബോട്ടുകൾ ഇടുന്ന അതേ സ്ഥലത്ത് തന്നെ നിർത്തിയിട്ടിരുന്ന ബോട്ടാണ് അന്ന് പൂർണ്ണമായി ഈ കടലിൻ്റെ സൈഡിലുള്ള കരികല്ലുകളിൽ ഇടിച്ച് അതിൻ്റെ ബോട്ടിൻ്റെ ഒരു വശം തകർന്ന് വെള്ളം കയറിയാണ് അന്ന് ആ ബോട്ട് മുഴുവനായി മുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ തന്നെ നമ്മളിവിടെ വന്ന് ആ വാർത്തയും വന്ന് നൽകിയതാണ്. അതിനുശേഷം അന്ന് രാവിലെ മുതൽ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘം ഈ ബോട്ട് എവിടെയാണ് എന്ന്, കടലിൻ്റെ അടിത്തട്ടിലാണ് ബോട്ട് ഉള്ളതെന്ന് മാത്രം അറിയാം. പക്ഷേ ഇത് എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സ്കൂബ ഡൈവിംഗ് സംഘം അന്ന് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ അന്ന് ബോട്ട് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കാരണം കനത്ത മഴയും കടൽക്ഷോഭത്തിനെ തുടർന്ന് ഈ കടലിൻ്റെ അടിത്തട്ടിലുള്ള വിസിബിലിറ്റി എന്ന് പറയുന്നത് വലിയ രീതിയിൽ കുറവായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ആ ബോട്ട് ഇവിടെ തന്നെ, അതായത് ഈ എവിടെയാണോ ബോട്ട് മുങ്ങിയത് അതിൻ്റെ അടിത്തട്ടിൽ തന്നെ ബോട്ട് ഉണ്ട് എന്നുള്ള ഒരു കാര്യം കണ്ടെത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘം ഈ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി ഇവിടെ നിന്ന് കഴക്കൂട്ടത്തു നിന്ന് കൊണ്ടുവന്ന വലിയ ഒരു ഉപയോഗിച്ചുകൊണ്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബോട്ടിൻ്റെ ഒരു വശത്തെ പ്രൊപ്പല്ലറിൽ കയർ കെട്ടിക്കൊണ്ടാണ്, ടാഗ് ചെയ്തുകൊണ്ടാണ് ഇതിനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ സ്കൂബ ഡൈവിംഗ് സംഘം ഇപ്പോൾ എങ്ങനെയാണ് ഇത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മളിപ്പോൾ 3 ഡൈവേഴ്സ് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ബോട്ടിൻ്റെ ഷാഫ്റ്റിൽ ഇട്ടിട്ട് വേണം നമുക്ക് പൊക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ബോട്ട് മൊത്തമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സൈഡ് ചെരിച്ചിട്ടിട്ട് വേണം നമുക്ക് ആ ഷാഫ്റ്റിൽ ഉറപ്പുള്ള ഭാഗത്ത് ഇട്ടിട്ട് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോരും, പൊക്കാൻ പറ്റില്ല. അപ്പോൾ അത് വീണ്ടും ഇതിങ്ങനെ ക്രെയിനിൽ തന്നെ നിർത്തിയിട്ട് നമ്മളെ ഡൈവേഴ്സ് അടിയിൽ പോയിട്ട് എടുത്തിട്ടിട്ട് വരും. ഇത് എത്രത്തോളം പ്രസിദ്ധിയോടായിരുന്നു? കാരണം ആദ്യത്തെ ദിവസമൊക്കെ കടലിൻ്റെ അടിയിൽ വിസിബിലിറ്റി കുറവായിരുന്നു നിങ്ങൾ പറഞ്ഞു. അതെ, ഇപ്പോഴും വിസിബിലിറ്റി കുറവാണ്. നമ്മുടെ ഡൈവേഴ്സ് പ്രൊഫഷണലായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോർച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ 7-7:30 ആയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണിക്കൂർ പിന്നിട്ടു. എന്തായാലും ഇത് പൊക്കിയിട്ട് തന്നെ പോകുള്ളൂ. ഒരു മണിക്കൂറിനുള്ളിൽ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് രാവിലെ 7:30 മണിയോട് കൂടിയാണ് ഈ ബോട്ട് കടലിലെ അടിത്തട്ടിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് ഏകദേശം 2-3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു വശം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഉയർത്താനായി സാധിച്ചിട്ടുണ്ട്. ഈ ബോട്ട് മുങ്ങിയ ദിവസം തന്നെ നമ്മൾ ഇതിൻ്റെ ഉടമസ്ഥൻ ആംബ്രോസിനോട് സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഏകദേശം 20 ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ ഇതിന് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.